അടുക്കളയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. എന്നെ പോലെയാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. ഇന്നിവിടെ ഉണ്ടല്ലോ 5 മിനിറ്റ് കൊണ്ടാണ് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ റെഡിയാക്കിയത്. നെറ്റിച്ചുളിക്കണ്ടെന്നേ, 5 മിനിറ്റ് മതി. വിശ്വാസം പോരല്ലേ? എന്നാ പിന്നെ 7 മിനിറ്റ് എടുത്തേക്കാം. 7 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ചോപ്ഡ് വെജീസ്, മാരിനേറ്റഡ് ചിക്കൻ, സ്റ്റീംഡ് റൈസ്, ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരിക്കണം. ഇതൊക്കെ ആര് ചെയ്യുന്നല്ലേ? നമ്മുടെ മാനുവൽ അസിസ്റ്റൻസ്. അപ്പൊ അധികം ഒന്ന് സോപ്പിട്ടാലോ? ഹസ്ബൻഡിന്റെ മക്കളുടെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മാനുവൽ അസിസ്റ്റൻസ് റെഡി ആണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. അതല്ലാന്നാണെങ്കിൽ ഇലക്ട്രിക് ചോപ്പർ ഉപയോഗിക്കാം. അതുമല്ലാന്നാണെങ്കിൽ വലിക്കുന്ന ഒരു ചോപ്പർ കിട്ടൂലേ, അത് നല്ല ഉപകാരമുള്ളതാണ് കേട്ടോ. ഒരെണ്ണം വാങ്ങി വെച്ചോളൂ കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ ചോപ്ഡ് വെജീസ് നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന്റെ സൈഡിലേക്ക് മുട്ട ചിക്കി പൊരിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് സ്റ്റീംഡ് റൈസും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്താൽ ഫ്രൈഡ് റൈസ് റെഡിയാവും. തുടക്കത്തിലുണ്ടല്ലോ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്താൽ ഒത്തിരി നല്ലൊരു വാസന കിട്ടും. അതുപോലെ തന്നെ അവസാനം ആർഭാടത്തിന് സ്പ്രിംഗ് അനിയനും കൂടി ചേർത്താൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡി. ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. സത്യത്തില് ചിക്കൻ വറുത്ത് ചേർത്താൽ നമുക്ക് ഒട്ടും തന്നെ ആവശ്യം വരില്ല. എന്തായാലും ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ക്യാപ്സിക്കം സവാളയും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് ഈ വറുത്ത ചിക്കൻ ഒന്ന് ചേർത്താൽ മതി. സോസുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചില്ലി ചിക്കനും റെഡിയാക്കാൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുക്കള കാലിയാക്കാന്ന് വിചാരിച്ചപ്പോഴാണ് പോർക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ എന്നോർത്തത്. എന്നാൽ പിന്നെ അതും കൂടി ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇത് അതിലും എളുപ്പപ്പണിയാണ് കേട്ടോ. എല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ച് മസാല ഇട്ട് വരട്ടിയെടുത്തു. അത്രയേ ഉള്ളൂ. കാച്ചി ഒഴിച്ചാൽ ഒരു പ്രത്യേക ഗന്ധം ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ കറിയുടെ ഹൈലൈറ്റ്. ഇതിന് സാധാരണ പൊറോട്ടയാണ് കോമ്പിനേഷൻ എടുക്കാറ്. പക്ഷേ നോക്കിയപ്പോൾ നമ്മുടെ തന്നെ കപ്പ ഫ്രീസറിലുണ്ട്. കാണാൻ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. നല്ല രുചിയുള്ള കപ്പയായിരുന്നു കേട്ടോ. ഇവിടെ ഈ അമേരിക്കയിലുണ്ടല്ലോ ഈ ഒരു സംഭവം, ഇലക്ട്രിക് പ്രഷർ കുക്കറില്ലേ, ഇല്ലാത്ത ഒരു ഫാമിലി പോലും ഉണ്ടാവൂല്ലോ കേട്ടോ. നമ്മൾ ഇന്ത്യൻസിന് അതൊരു ലൈഫ് സേവർ ആണെന്ന് തന്നെ പറയാം. വൺ പോട്ട് കുക്കിങ്ങിന് ഇത്രയും നല്ല ഉപകാരമുള്ള ഒരു വേറൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോ നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ഇത് ഒരെണ്ണം വാങ്ങാൻ സാധിക്കുമെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ.